വെൽക്കം ടു കൊറിയൻ മല്ലൂസ്. എറ്റേണൽ ലവ് എന്ന ഡ്രാമയുടെ 18ാമത്തെ എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ ഷെങ്ങിൻ്റെ ജീവൻ രക്ഷിക്കാനുള്ള കഴിവ് സോൾ സപ്രസിംഗ് ഓർബിനുണ്ടെന്നും അതിപ്പോൾ ടാനറുടെ കൈവശമാണുള്ളതെന്നും അവൾ പറയുന്നത് മാത്രമേ ഓർബ് ഇപ്പോൾ അനുസരിക്കുകയുള്ളൂ എന്നും ടാനർ മരിച്ചാൽ മാത്രമേ അത് ഷെങ്ങിൻ്റെ നിയന്ത്രണത്തിൽ വന്ന് അവനെ രക്ഷിക്കുകയുള്ളൂ എന്നും ഈഹുവായി രാജമാതാവിനെ പറഞ്ഞ് വിശ്വസിപ്പിക്കുന്നു. തൻ്റെ അന്തഃപുരത്തിൽ മടങ്ങിയെത്തിയ അവർ ടാനറിനെ വിളിപ്പിച്ച് താൻ അറിഞ്ഞ കാര്യങ്ങൾ പറഞ്ഞു കേൾപ്പിക്കുന്നു. ഷെങ് പൂർണ്ണ ആരോഗ്യവാനാണ്. 100 വയസ്സ് വരെ വേണമെങ്കിലും അവന് ജീവിക്കാൻ കഴിയും. എന്നെ പറ്റിക്കാൻ നോക്കണ്ട എന്ന് പറഞ്ഞ് ടാൻ അവരെ എതിർക്കുന്നു. ഷെങ്ങിൻ്റെ മുത്തശ്ശൻ സാധാരണക്കാരനായിരുന്നില്ലെന്നും അദ്ദേഹം വെറും വാക്കുകൾ പറയാറില്ലെന്നും അറിയിച്ചിട്ട് ഷെങ്ങിൻ്റെ ജീവൻ രക്ഷിക്കാൻ അവനെ സോൾ സപ്രസിംഗ് ഓർബിൻ്റെ മാസ്റ്ററാക്കുക എന്ന വഴി മാത്രമേ ഉള്ളൂ. അതിനിപ്പോഴത്തെ മാസ്റ്റർ മരിക്കേണ്ടി വരും എന്നും രാജമാതാവ് അവളെ അറിയിക്കുന്നു. അവൾക്ക് ആലോചിക്കാൻ 3 ദിവസം നൽകിയിട്ട് മരിക്കാൻ നിനക്ക് സമ്മതമാണെങ്കിൽ ഇവിടെ വന്നാൽ മതി. ഞാൻ നിനക്ക് വേണ്ടി ഫെയർവെൽ വൈൻ റെഡിയാക്കി വെച്ചിരിക്കാം എന്ന് അവർ പറയുന്നു. ടാൻ വളരെ സങ്കടത്തോടെയാണ് അവിടെ നിന്ന് പുറത്തിറങ്ങിയത്. പക്ഷേ രാജമാതാവ് പറഞ്ഞതൊന്നും പൂർണ്ണമായി വിശ്വസിക്കാൻ അവൾ തയ്യാറല്ലായിരുന്നു. ഷെങ്ങിൻ്റെ ആയുസിൻ്റെ കാര്യം സത്യം തന്നെയാണോ എന്നറിയാൻ രാജാവിനെ നേരിട്ട് കാണാൻ വേണ്ടി അവൾ രാജകൊട്ടാരത്തിലേക്ക് പോകുന്നു. കൊട്ടാരത്തിന് പുറത്ത് മുട്ടുകുത്തി നിന്നുകൊണ്ട് ജിങ്ഷിനൊപ്പം അവൾ ഒരുപാട് സമയം കാത്തു നിന്നെങ്കിലും രാജാവ് അവളെ കാണാൻ എത്തുന്നില്ല. അദ്ദേഹം തിരക്കിലായിരിക്കും. നമുക്ക് പോയിട്ട് മറ്റൊരു ദിവസം വരാമെന്ന് ജിങ്ഷൻ പറഞ്ഞപ്പോൾ ഇന്ന് തന്നെ കണ്ട് എനിക്ക് അറിഞ്ഞേ പറ്റൂ. നീ ക്ഷീണിച്ചെങ്കിൽ മടങ്ങിപ്പോയിക്കൊള്ളാൻ ടാൻ അവളോട് പറയുന്നു. നിന്നെ തനിച്ചാക്കി ഞാൻ എങ്ങോട്ടും പോവില്ല. നിന്റെ സങ്കടം കണ്ടിട്ട് എന്തോ വലിയ പ്രശ്നമുണ്ട് എന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ നിന്റെ കൂടെ തന്നെ ഉണ്ടാകുമെന്ന് ജിങ്ഷൻ പറയുന്നു. അവൾ മടങ്ങില്ല എന്ന് മനസ്സിലായപ്പോൾ രാജാവ് നേരിട്ട് വന്ന് അവളെ കാണുന്നുണ്ട്. ഷെങ്ങിൻ്റെ കൊട്ടാരത്തിൽ മടങ്ങിയെത്തിയ ടാൻ ഊണും ഉറക്കവും ഒക്കെ നഷ്ടപ്പെട്ട് ഏതു നേരവും ചിന്തയിൽ മുഴുകുന്നു. അവൾ ഭക്ഷണത്തിൻ്റെ മുന്നിൽ പതിവില്ലാത്ത വിധം ചിന്തിച്ചിരിക്കുന്നത് കണ്ട് ഷെങ് വിവരം തിരക്കിയെങ്കിലും എന്തൊക്കെയോ പറഞ്ഞവൾ ഒഴിഞ്ഞു മാറുന്നു. അവൻ്റെ ആരോഗ്യത്തിന് ഇപ്പോൾ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ആരോഗ്യം നന്നായി ശ്രദ്ധിക്കണം. ഇനി മുതൽ തനിച്ച് കിടന്നാൽ മതി. കൂടുതൽ ബലം പ്രയോഗിക്കേണ്ടി വരുന്ന കാര്യങ്ങളൊന്നും ചെയ്യേണ്ട എന്നൊക്കെ അവൾ പറയുന്നു. അവൾക്ക് പെട്ടെന്ന് ഇത് എന്തു പറ്റി ഇങ്ങനെയൊക്കെ പറയാനെന്ന് ഷെങ് ചോദിച്ചപ്പോൾ എന്താണെന്നറിയില്ല, പെട്ടെന്ന് നിന്നെ നഷ്ടപ്പെടുമോ എന്നൊരു ഭയം എനിക്ക് തോന്നി തുടങ്ങിയിരിക്കുകയാണ് എന്ന് പറഞ്ഞപ്പോൾ അവനെ കെട്ടിപ്പിടിക്കുന്നു. അടുത്ത ദിവസം അവൾ ലിയൂഷിയെ കണ്ട് സോൾ സപ്രസിംഗ് ഓർബിന് ഒരാളുടെ ആയുസ് നീട്ടിക്കൊടുക്കാനുള്ള കഴിവുണ്ടോ എന്ന് അന്വേഷിക്കുന്നു. അങ്ങനെ ഒരു കഴിവുള്ളതായി എനിക്കറിയില്ല എന്ന് അദ്ദേഹം പറഞ്ഞെങ്കിലും ടാൻ പിന്നെയും ചോദിച്ചപ്പോൾ ഒരാളുടെ ആയുസ് നീട്ടാനുള്ള കഴിവുണ്ടെന്ന് വേണമെങ്കിൽ പറയാമെന്ന് അദ്ദേഹം സമ്മതിക്കുന്നു. ഞാനാണോ ഓർബിൻ്റെ മാസ്റ്റർ എന്നവൾ ചോദിച്ചപ്പോൾ ആണെന്നാണ് തോന്നുന്നത് എന്ന് അദ്ദേഹം പറയുന്നു. അത്രയും കാര്യങ്ങൾ ശരിയായപ്പോൾ രാജമാതാവ് പറഞ്ഞത് ശരിയായിരിക്കുമെന്ന് വിശ്വസിച്ച് തൻ്റെ കയ്യിൽ എഴുതി ചേർത്തിരിക്കുന്ന ഷെങ്ങുമായുള്ള ജീവൻ മരണ കോൺട്രാക്റ്റ് ഇല്ലാതാക്കാൻ ടാൻ അദ്ദേഹത്തോട് പറയുന്നു. അദ്ദേഹം സന്തോഷത്തോടെ അതിനൊരുങ്ങിയെങ്കിലും മുമ്പ് ഞാൻ അത് ക്യാൻസൽ ചെയ്യുന്ന കാര്യം പറഞ്ഞപ്പോൾ നീ അതിന് സമ്മതിക്കാതിരുന്നിട്ട് പെട്ടെന്ന് ഇങ്ങനെ ഒരു മരംമാറ്റത്തിന് കാരണം എന്താണെന്ന് അദ്ദേഹം ചോദിക്കുന്നു. കൂടുതലൊന്നും ആലോചിക്കേണ്ട, ക്യാൻസൽ ചെയ്ത് തന്നാൽ മതി എന്ന് ടാൻ പറഞ്ഞപ്പോൾ അവളെ വിശ്വസിപ്പിക്കാൻ വേണ്ടി എന്തൊക്കെയോ മന്ത്രവിദ്യകൾ കാണിച്ചിട്ട് കോൺട്രാക്റ്റ് ക്യാൻസൽ ചെയ്തു എന്ന് അദ്ദേഹം പറയുന്നു. ഇത്ര പെട്ടെന്ന് കഴിഞ്ഞു എന്ന് ടാൻ ചോദിച്ചപ്പോൾ നിനക്ക് വിശ്വാസമായില്ലെങ്കിൽ ഞാൻ ഷെങ്ങിനെ കൊണ്ട് വിശ്വസിപ്പിച്ചു തരാമെന്ന് അദ്ദേഹം പറഞ്ഞപ്പോൾ അത് വേണ്ട, എനിക്ക് വിശ്വാസമായി. ഷെങ്ങിനോട് ഇതിനെക്കുറിച്ചൊന്നും പറയരുത് എന്ന് പറഞ്ഞവൾ പോകുന്നു. ടാൻ അറിയാതെ അവളെ പിന്തുടർന്ന യുഹാവോ അവിടെ മറിഞ്ഞിരിക്കുന്നത് അദ്ദേഹം കാണുന്നുണ്ട്. എന്തായിരിക്കും പ്രശ്നം എന്ന് അദ്ദേഹം ചിന്തിക്കുന്നു. യുഹാവോ വന്ന് ഷെങ്ങിനോട് ടാൻ ലിയൂഷിയെ പോയി കണ്ട് എന്തോ ആവശ്യപ്പെട്ട വിവരം അറിയിക്കുന്നു. അതെന്താണെന്നറിയാൻ അവിടെ പോയി അദ്ദേഹത്തെ കാണാമെന്ന് ഷെങ് പറഞ്ഞപ്പോഴേക്കും അതിൻ്റെ ആവശ്യമില്ല, ഞാൻ ഇങ്ങോട്ട് വന്നിരിക്കുകയാണെന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം അവിടെ എത്തുന്നു. ടാൻ വന്ന് കോൺട്രാക്റ്റ് ക്യാൻസൽ ചെയ്യാൻ ആവശ്യപ്പെട്ടതും മുമ്പ് എത്ര നിർബന്ധിച്ചിട്ടും അവളതിന് തയ്യാറാവാതിരുന്നതും ഇപ്പോൾ ഇങ്ങനൊരു മനംമാറ്റത്തിന് തക്കതായ കാരണം കാണാൻ സാധ്യതയുണ്ടെന്നും അദ്ദേഹം അറിയിക്കുന്നു. കോൺട്രാക്റ്റ് ക്യാൻസൽ ചെയ്തോന്ന് ഷെങ് ആകാംക്ഷയോടെ ചോദിച്ചപ്പോൾ ഞാൻ അത്ര മണ്ടനല്ല, ഞാൻ കുറേ മന്ത്രവിദ്യകൾ കാണിച്ച് അവളെ കബളിപ്പിച്ച് മടക്കി അയച്ചു എന്ന് അദ്ദേഹം അറിയിക്കുന്നു. ടാനിൻ്റെ മനസ്സിൽ എന്താണ് എന്ന് എത്രയും വേഗം കണ്ടെത്താൻ പറഞ്ഞിട്ട് അദ്ദേഹം മടങ്ങുന്നു. രാജമാതാവിനെ കാണാൻ പോയ ശേഷം ടാൻ രാജാവിനെ പോയി കണ്ട വിവരം യുഹാവോ ഷെങ്ങിനോട് പറഞ്ഞപ്പോൾ അതുമായി അവളുടെ ഈ തീരുമാനത്തിന് എന്തെങ്കിലും ബന്ധം കാണുമോ എന്ന് ഷെങ് സംശയിക്കുന്നു. പാനറുടെ മരണത്തെക്കുറിച്ച് അന്വേഷിക്കുന്നതിനിടയിൽ സംശയാസ്പദമായി ഒരാളെ കണ്ടുവെന്നും അയാളിൽ നിന്ന് ചില രഹസ്യങ്ങൾ അറിയാൻ കഴിഞ്ഞുവെന്നും പറഞ്ഞ് യുഹാവോ രഹസ്യമായി ഷെങ്ങിനോട് എന്തൊക്കെയോ പറയുന്നുണ്ട്. അത് അറിഞ്ഞുടൻ തന്നെ ഷെങ് കൊട്ടാരത്തിലെത്തി അച്ഛനെ കണ്ട് ടാൻ എന്തിനാണ് ഇവിടെ വന്നതെന്ന് അന്വേഷിക്കുന്നു. അവളോട് തന്നെ ചോദിച്ചറിയാൻ പറഞ്ഞ് അദ്ദേഹം ഒഴിഞ്ഞു മാറിയപ്പോൾ ഇവിടുന്ന് തിരികെ വന്ന ശേഷം അവളുടെ സ്വഭാവം മൊത്തത്തിൽ മാറിയിരിക്കുകയാണ്. എന്നോടൊന്നും തുറന്നു പറയുന്നില്ല. ഞാനുമായി അതിനെന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് അവൻ ചോദിക്കുന്നു. നീ കുട്ടിക്കാലം മുതൽ കിടന്നിരുന്ന ബെഡിൽ എഴുതിയിരിക്കുന്ന വരികൾ നിനക്ക് ഓർമ്മയുണ്ടോ? നിന്റെ മുത്തശ്ശൻ്റേതാണത്. അതിൻ്റെ ബാക്കി കുറച്ചുകൂടി ഉണ്ട് എന്ന് പറഞ്ഞ് രാജാവ് അവിടെ സൂക്ഷിച്ചിരുന്ന മുത്തശ്ശൻ്റെ കൈപ്പടയിലുള്ള എഴുത്ത് ഷെങ്ങിനെ കാണിക്കുന്നു. അതിൽ അവൻ്റെ ആയുസിനെ പറ്റിയും എഴുതിയിരുന്നു. ഇതിനെക്കുറിച്ച് അറിഞ്ഞാണ് ടാൻ്റെ മാറ്റത്തിന് കാരണമെന്ന് മനസ്സിലാക്കി സങ്കടത്തോടെ മടങ്ങാൻ തുടങ്ങിയായിരുന്ന ഷെങ്ങിനോട് നിന്നോട് ഞാൻ ഇതിനെക്കുറിച്ച് മുമ്പേ പറഞ്ഞിരുന്നെങ്കിൽ നീ ഇത്രയും കാലം മറ്റെല്ലാം ഉപേക്ഷിച്ച് സന്തോഷമായി കഴിയുമായിരുന്നോ? പറയാതിരുന്നതിൽ എന്നെ വെറുക്കുമോ എന്ന് അദ്ദേഹം അവനോട് ചോദിക്കുന്നു. എനിക്ക് ചാനറുണ്ടല്ലോ, അവളെൻ്റെ കൂടെ ഉണ്ടായാൽ മാത്രം മതി. അവൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ മാത്രമേ ഞാൻ താങ്കളെ കുറ്റപ്പെടുത്തുകയുള്ളൂ എന്ന് പറഞ്ഞ് ഷെങ് അവിടെ നിന്ന് പോകുന്നു. ടാനർ ഇപ്പോൾ പുറത്തു വരാത്തതുകൊണ്ട് അവളെ ഉണർത്താൻ വേണ്ടി ടാൻ സോൾ സപ്രസിംഗ് ഓർബിൽ നിന്ന് അകലം സൂക്ഷിക്കുന്നു. ഷെങ്ങിൻ്റെ ആയുസിൻ്റെ കാര്യത്തെക്കുറിച്ചുള്ള പ്രവചനവും അത് സത്യമായിരിക്കില്ലേ എന്നുള്ള പ്രാർത്ഥനയുമൊക്കെ ഒരു കത്തിലൂടെ അവൾ ടാനറെ അറിയിക്കുന്നു. എൻ്റെ ജീവൻ കൊണ്ട് ഷെങ്ങിനെ രക്ഷിക്കാൻ കഴിയുമെങ്കിൽ ഞാനതിന് തയ്യാറാണ്. പക്ഷേ ഈ ഡോങ്യു എനിക്ക് സ്വന്തമായി ഒരു ജീവൻ പോലുമില്ല.
എന്നത് ഞാൻ ഇപ്പോഴാണ് തിരിച്ചറിഞ്ഞത്. നിന്നെ ഇതിലേക്ക് വലിച്ചെടുക്കരുത് എന്ന ആഗ്രഹം എനിക്കുണ്ട്. ഇത് ഏത് വിധേനയെങ്കിലും എന്നെ സഹായിക്കണമെന്ന് ടാൻ ആ കത്തിലൂടെ ടാനറിനോട് പറയുന്നു. ഇഹുവായിക്ക് ഇതുമായി എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന സംശയം ടാനറുടെ മനസ്സിൽ തോന്നുന്നതിനാൽ അവൾ ഉടൻ തന്നെ അവൻ്റെ കൊട്ടാരത്തിലേക്ക് പോകുന്നു. പക്ഷെ അവൻ കൊട്ടാരത്തിലില്ല. ഈയിടെയായി രാത്രി സമയങ്ങളിൽ അദ്ദേഹം നഗരത്തിൻ്റെ പടിഞ്ഞാറ് ഭാഗത്തേക്കാണ് പോകാറുള്ളതെന്നും എവിടെയാണെന്ന് കൃത്യമായി അറിയില്ലെന്നും കാവൽക്കാരൻ അവളോട് പറയുന്നു. തങ്ങൾ മുമ്പ് സ്ഥിരമായി കാണാറുള്ള സ്ഥലം അവിടെ ആയിരുന്നല്ലോ. അവൻ അവിടെ കാണുമോ എന്നറിയാൻ അവൾ അവിടേക്ക് പോകുന്നു. അവിടെ മുഖംമൂടിധാരികളുമായുള്ള ഈഹുവയുടെ സംഭാഷണം അവൾ മറഞ്ഞു നിന്ന് കേൾക്കുന്നു. ടാനറോട് ഒട്ടും സ്നേഹം മനസ്സിൽ ബാക്കിയില്ല എന്നും എൻ്റെ മുന്നിൽ സിംഹാസനം മാത്രമേ ഉള്ളൂ എന്നും അവൾ മരിക്കുന്നതിലൊട്ട് സങ്കടമില്ല എന്നും അവൻ അവരോട് പറയുന്നത് അവൾ നേരിട്ട് കേൾക്കുന്നു. താൻ സ്നേഹിച്ചിരുന്ന ഈഹുവായി അല്ല അവനെന്ന് മാത്രമല്ല, അവനൊരു ചെകുത്താനായി മാറിയിരിക്കുകയാണല്ലോ എന്ന സങ്കടത്തോടെ അവൾ കരഞ്ഞുകൊണ്ട് അവിടെ നിന്ന് തിരിഞ്ഞോടുന്നു. എൻ്റെ പ്രണയം തുടക്കം മുതലേ വെറുമൊരു കളവ് മാത്രമായിരുന്നുവെന്ന് ഇന്ന് ഞാൻ തിരിച്ചറിഞ്ഞു. ഇന്നെനിക്ക് ജീവിക്കാൻ ഒട്ടും ആഗ്രഹം ബാക്കിയില്ല. ഷെങ്ങിനെ രക്ഷിക്കാൻ കഴിയുമെന്നുണ്ടെങ്കിൽ എന്നെ ഓർത്ത് നീ അതിൽ നിന്ന് പിന്മാറേണ്ട. നിനക്കൊപ്പം മരിക്കാൻ ഞാൻ തയ്യാറാണ്. നീ കൂടെ ഉണ്ടായിരുന്ന ദിവസങ്ങൾ ഞാൻ ശരിക്കും സന്തോഷത്തിലായിരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ടാനർ ടാനിന് കത്തെഴുതി വയ്ക്കുന്നു. താൻ കരഞ്ഞുകൊണ്ടാണത് വായിച്ചത്. അവളത് വായിക്കുന്ന സമയത്ത് വാതിലിന് പുറത്ത് ഷെങ് അകത്തേക്ക് കയറാൻ കഴിയാതെ അവളെ നോക്കി നിന്ന് സങ്കടപ്പെടുന്നുണ്ടായിരുന്നു. യുഹാവോ അവിടേക്ക് വന്നതറിഞ്ഞ് ശബ്ദമുണ്ടാക്കരുത് എന്ന് ആംഗ്യം കാണിച്ച് ഷെങ് അങ്ങോട്ടേക്ക് ചെല്ലുന്നു. പാഞ്ഞറുടെ മരണത്തിൽ സംശയമുണ്ടായിരുന്ന ആളെ പിടികൂടി കൊണ്ടുവന്നിട്ടുണ്ടെന്നും വിവരങ്ങൾ നേരിട്ട് കേട്ടറിയാനും യുഹാവോ ഷെങ്ങിനോട് പറഞ്ഞപ്പോൾ അയാളെയും കൊണ്ട് ഞാൻ കൊട്ടാരത്തിലേക്ക് പോവുകയാണ്. രാജാവിൻ്റെ മുന്നിൽ നിന്ന് അയാളെ കൊണ്ട് പറയിച്ചാൽ മതി. അദ്ദേഹം കൂടി കേൾക്കട്ടെ എന്ന് പറഞ്ഞ് ഷെങ് കൊട്ടാരത്തിലേക്ക് പോകുന്നു. താൻ അടുത്ത ദിവസം രാജമാതാവിൻ്റെ അടുത്തെത്തി ഷെങ്ങിന് വേണ്ടി മരിക്കാൻ ഞാൻ തയ്യാറാണ്. എൻ്റെ മരണം കാരണം അദ്ദേഹത്തിനുണ്ടാക്കുന്ന ദുഃഖം സഹിക്കാൻ എങ്ങനെയെങ്കിലും അദ്ദേഹത്തെ സഹായിക്കണം എന്നവൾ അവരോട് അപേക്ഷിക്കുന്നു. നീ ചെയ്യുന്ന ത്യാഗം ഞാനൊരിക്കലും മറക്കില്ല. എന്നെക്കൊണ്ട് കഴിയുന്നത് പോലെ ഞാൻ അവനെ ആശ്വസിപ്പിക്കും എന്നവർ വാക്ക് കൊടുക്കുന്നു. അവൾക്ക് കുടിക്കാനായി വിഷം കലർത്തിയ വീഞ്ഞ് നൽകുന്നു. ഞാനിത് കുടിക്കാൻ തുടങ്ങിയപ്പോഴേക്കും ഷെങ് അവിടെ എത്തിയത് തട്ടിക്കളഞ്ഞിട്ട് അവളെ പിടിച്ചു മാറ്റുന്നു. നീ എന്താണ് ഈ കാണിക്കുന്നതെന്ന് രാജമാതാവ് ചോദിച്ചപ്പോഴേക്കും രാജാവും അവിടെ എത്തിയിരുന്നു. എൻ്റെ രാജ്യത്തെ നിയമങ്ങൾ തെറ്റിച്ചുകൊണ്ട് ടാനറെ വിഷം നൽകി കൊല്ലാൻ ശ്രമിക്കുകയായിരുന്നു എന്ന് രാജാവ് ചോദിച്ചപ്പോൾ ഷെങ്ങിൻ്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി ഇതല്ലാതെ മറ്റു വഴിയൊന്നും മുന്നിലില്ലായിരുന്നു. അതിനുവേണ്ടിയാണ് ഇങ്ങനെ ചെയ്തത് എന്നവർ പറഞ്ഞപ്പോൾ സോൾ സപ്രസിംഗ് ഓർബിന് ഒരേ ഒരു മാസ്റ്ററേ ഉള്ളൂ എന്ന് അച്ഛൻ എന്നോട് പറഞ്ഞിരുന്നു. ആ മാസ്റ്ററെ ഒരിക്കലും മാറ്റാൻ കഴിയില്ല. അദ്ദേഹം പോകുന്നതിന് മുമ്പ് ക്യൂ കുടുംബത്തിന് ഈ ഓർബ് നൽകിയതാണ്. അതിൻ്റെ യഥാർത്ഥ അവകാശി അവരുടെ കുടുംബത്തിൽ തന്നെ വരുമെന്നും അദ്ദേഹം പറഞ്ഞിരുന്നുവെന്ന് രാജാവ് അറിയിക്കുന്നു. ഓർബിന് ഷെങ്ങിൻ്റെ ആയുസ് നീട്ടിക്കൊടുക്കാൻ കഴിയുമെന്ന് എന്നോട് പറഞ്ഞത് യുവരാജാവാണ്. ഞാൻ അവൻ പറഞ്ഞതെല്ലാം വിശ്വസിച്ചു പോയി. അവൻ ഇത്ര ക്രൂരനായിരിക്കുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല എന്ന് രാജമാതാവ് പറയുന്നു. ക്രൂരതയുടെ കാര്യത്തിൽ അമ്മയും ഒട്ടും പുറകിലല്ല എന്ന് ഞാനിന്ന് വ്യക്തമായി അറിഞ്ഞു എന്ന് പറഞ്ഞ് അവരുടെ വിശ്വസ്തനെ അകത്തേക്ക് കൊണ്ടുവരാൻ രാജാവ് കൽപ്പിക്കുന്നു. അമ്മ ചെയ്ത തെറ്റുകളെല്ലാം അയാൾ എൻ്റെ മുന്നിൽ പറഞ്ഞു കഴിഞ്ഞു. അമ്മ ഇത്രയ്ക്കും ക്രൂരത കാണിക്കുമെന്ന് എനിക്കും വിശ്വസിക്കാൻ കഴിഞ്ഞില്ല എന്ന് രാജാവ് വളരെ ദേഷ്യത്തിൽ പറയുന്നു. ശിക്ഷയായി ഇന്നു മുതൽ രാജമാതാവിനെ പ്രത്യേകം കൊട്ടാരത്തിനുള്ളിൽ തടവിലാക്കാനും എൻ്റെ അനുവാദമില്ലാതെ കാണാൻ ആരെയും അനുവദിക്കരുത് എന്നും അദ്ദേഹം ആജ്ഞാപിക്കുന്നു. ഷെങ് ടാനെയും കൂട്ടിക്കൊണ്ട് മടങ്ങിപ്പോയിക്കൊള്ളാനും അദ്ദേഹം പറയുന്നു. അവർ പോയി കഴിഞ്ഞപ്പോൾ യുവരാജാവിനെ എൻ്റെ മുന്നിൽ ഹാജരാക്കാൻ അദ്ദേഹം ആജ്ഞാപിക്കുന്നിടത്ത് ഈ എപ്പിസോഡ് അവസാനിക്കുന്നു. ഏതെങ്കിലും കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യാതെ നമ്മുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ വേഗം തന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെല്ലൈക്കൺ കൂടി അമർത്തുക. താങ്ക്സ് ഫോർ വാച്ചിങ്.